മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ടി.ജി. മോഹൻദാസിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. നമ്മളൊക്കെ തന്നെ ഇത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, നമ്മളൊക്കെ തന്നെ ഇത് കാത്തിരിക്കുകയായിരുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് ടി.ജി. മോഹൻദാസിന് ജാമ്യം ലഭിച്ചു എന്നുള്ളത്. നമ്മുടെ കേരളത്തില് UDF സർക്കാർ കൃത്യമായിട്ട് ഇരട്ട നീതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. നമുക്ക് ഓരോ ഘട്ടവും ഒന്ന് പരിശോധിച്ചു നോക്കാം. ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് 2.5 മണിക്കൂറാണ് കേരള പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ടുള്ളത്. അതായത് ടി.ജി. മോഹൻദാസ് മറ്റൊരു ചാനലിൽ പോയിട്ടാണ് അഭിമുഖം കൊടുത്തിട്ടുള്ളത്. എന്നിട്ടും ടി.ജി. മോഹൻദാസിന്റെ വീട്ടിൽ 2.5 മണിക്കൂറോളം അന്വേഷണം നടത്തി, പരിശോധന നടത്തി എന്നൊക്കെ പറയുന്നതിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. പരമാവധി കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളിലും വാർത്ത വരണം. UDF സർക്കാരിന് ഞങ്ങൾ സംഘികൾക്ക് എതിരെയാണ് എന്ന് ഒരു ചിത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ടി.ജി. മോഹൻദാസിനെ ഒരു കരുവാക്കി എന്നുള്ളതല്ലേ വിവേകമുള്ള സകല മലയാളികളും തിരിച്ചറിയേണ്ടത്? അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ പോരായിരുന്നു, ടി.ജി. മോഹൻദാസ് അങ്ങ് ഓടിയെത്തില്ലായിരുന്നു. ഇത് വെറുതെ പറയല്ല. ടി.ജി. മോഹൻദാസ് പോലീസ് വാഹനത്തിൽ ഇരിക്കുമ്പോഴുള്ള ഒരു ഫോട്ടോയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ചിരി നിങ്ങൾ കണ്ടില്ലേ? അദ്ദേഹത്തിന് അറിയാം ഈ വിഷയം കോടതിയിലേക്ക് എത്തിയാൽ എത്ര സമയം എനിക്ക് അവിടെ ഇരിക്കേണ്ടി വരും, ഈ നിയമവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് എന്നുള്ളതിന്റെ 100% കാര്യങ്ങളും ടി.ജി. മോഹൻദാസിന് അറിയുന്നത് കൊണ്ടായിരുന്നു അദ്ദേഹം വാഹനത്തിൽ നിന്ന് ചിരിച്ചിരുന്നത് എന്ന് ഇപ്പോഴെങ്കിലും കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലേ? പിന്നെ ഇന്ന് രാവിലെ തന്നെ കോടതിയിൽ ഹാജരാക്കാതെ ഉച്ച കഴിഞ്ഞ് ഹാജരാക്കിയതിന്റെ ലക്ഷ്യം എന്താ? കേരള പോലീസ് അതിനും ഒരു ഊളത്തരം ചെയ്തിട്ടുണ്ട്. വളരെ വ്യക്തമാണ്. അതായത് ഇത് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ പോയിട്ട് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഈ വിഷയം പരമാവധി സകല പ്രമുഖ മാധ്യമങ്ങളിൽ വാർത്ത വന്നുകൊണ്ടിരിക്കണം. ആ വാർത്ത നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ UDF സർക്കാർ സംഘികൾക്കെതിരെയാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിവിടെ ഈ LDF ഒരു പ്രചരണം ഉണ്ടല്ലോ UDF സംഘികൾക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ടി.ജി. മോഹൻദാസിനെ ഇപ്പോ UDF സർക്കാർ കരുവാക്കിയിട്ടുള്ളത്. 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വന്ധ്യവയോധികരെ പോലീസ് എത്രത്തോളമാണ് ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. വൈകിട്ട് വരെ കാത്തിരിക്കുക. 24 മണിക്കൂർ എന്ന ആ ഒരു നിയമത്തിന്റെ അതൊന്നു അവസരം മുതലെടുത്തിട്ട് ഉച്ച കഴിഞ്ഞ് ആ സമയം വരെ കാത്തിരുന്ന് അവസാനം കോടതിയിലേക്ക് എത്തി. കോടതി എന്തു പറഞ്ഞു? ജാമ്യം കൊടുത്തു. ഇത് ജാമ്യം കിട്ടാനുള്ളതേ ഉള്ളൂ എന്ന് മറ്റാർക്കറിയില്ലെങ്കിലും ടി.ജി. മോഹൻദാസിന് ഇതറിയാമായിരുന്നു എന്നുള്ളതല്ലേ വ്യക്തമായിട്ട് അദ്ദേഹം പോലീസ് വാഹനത്തിൽ നിന്നുള്ള ആ ചിരി എന്നുള്ളതും സകലരും തിരിച്ചറിയാം. നമ്മളൊക്കെ തന്നെ വീഡിയോകളിലൂടെയും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തെ എടുത്ത് ഉള്ളിലിടാൻ മാത്രമുള്ള ഒരു വിഷയം ഇതിലില്ല. നിയമപരമായിട്ട് അത് ജാമ്യം ലഭിക്കുമെന്നുള്ളതൊക്കെ തന്നെ ആ പ്രതീക്ഷിച്ചതുപോലെയൊക്കെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇവിടെ മാധ്യമങ്ങൾക്ക് ഏതായാലും ടി.ജി. മോഹൻദാസിനെ കൊത്തിപ്പറിക്കാൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. എന്തൊക്കെ പുകിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ വൈകിട്ട് ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത സമയം മുതൽ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ, ആൻഡോ അഗസ്റ്റിന് എന്തൊരു ഉറഞ്ഞുതുള്ളലായിരുന്നു. ഇവർ മീറ്റ് ദ എഡിറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് അർജുനായെങ്കിലും അതേപോലെ തന്നെ ടി.ജി. മോഹൻദാസിന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടാ ഇവർ ക്രിമിനലുകൾ എന്നൊക്കെ പറഞ്ഞ്, അതായത് അർജുനായെങ്കിയെ പോലുള്ളൊരു വ്യക്തിക്കൊപ്പമൊക്കെ ടി.ജി. മോഹൻദാസിനെ പോലെയുള്ള ഒരു ആളെ വെച്ചിട്ട് ഇവർ എന്താണ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്? ടി.ജി. മോഹൻദാസിനെ കേരളത്തിൽ അപമാനിക്കാനുള്ളൊരു വലിയ പണിയല്ലേ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാറും ആൻഡോ അഗസ്റ്റിനൊക്കെ ഈ എടുത്തിട്ടുള്ളത്? ഒക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയണം. ഈ അരുൺകുമാറൊക്കെ വിളിച്ചു പറയുന്നുണ്ടോ കേരളം കാത്തിരുന്ന അറസ്റ്റ് 10 ദിവസമായി വൈകി എന്നൊക്കെ. ഏത് കേരളം? ഏത് കേരളം? ഏതെങ്കിലും സുഡാപ്പികളോ മൗദൂദികളോ അത്തരം ആളുകൾ ഉണ്ടാവും. അല്ലാതെ ആര് പൊതുസമൂഹത്തിൽ വിവേകമുള്ള ഏതെങ്കിലും ഒരു മലയാളി ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇവിടെ ഇരട്ട നീതി നടക്കുന്നത് കൊണ്ടാ. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇരട്ട നീതി നടക്കുന്നത് കൊണ്ടാ. അതായത് മുഹമ്മദ് അനസ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റ് തകർക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ മുഹമ്മദ് അനസിന്റെ വീട്ടിൽ ഒരു റെയ്ഡും നടന്നിട്ടില്ല, ഒരു അന്വേഷണം നടന്നിട്ടില്ല, പിടിച്ചു കൊണ്ടുപോയിട്ട് വൈകിട്ട് വരെ ഇരുത്തിയിട്ടില്ല. നമ്മുടെ കേരളത്തിലെ തന്നെയാ ഇതും നടന്നിട്ടുള്ളത്. ഇനി ജാൻമണി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ
അപമാനിച്ചതാ. നരേന്ദ്രമോദിയുടെ മാതാവിനെ, പ്രധാനമന്ത്രിയുടെ മാതാവിനെ അപമാനിച്ച ജാൻമണിയുടെ വീട്ടിലേക്ക്, ജാൻമണി താമസിക്കുന്നിടത്തേക്ക് എത്തി 2.5 മണിക്കൂർ കേരളത്തിലെ ഒരു പോലീസുകാരനും പോയിട്ട് ഒരു അന്വേഷണവും ഒരു പരിശോധനയും നടത്തിയിട്ടില്ല. ജാൻമണിയെ വൈകിട്ട് വരെ ഇരുത്തിയിട്ടില്ല. ഒരു അംജദ് അലി വയനാട്ടിൽ നിന്ന് വണ്ടി കയറിയതാ ഡൽഹിക്ക് സമരത്തിന്, ലോകം അവസാനിപ്പിക്കാനുള്ള ഏർപ്പാടുമായിട്ട്. ഇവനെതിരെ ഒരു അന്വേഷണമോ അറസ്റ്റോ നടന്നിട്ടില്ല. ഇതൊക്കെ സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയണം. ഇവിടെ ഇരട്ട നീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. TG മോഹൻദാസ് എന്തെങ്കിലും ഒന്ന്, അതായത് വളരെ വ്യക്തമാണ്, സാങ്കല്പികമായി TG മോഹൻദാസ് എടുത്തു പറഞ്ഞിട്ടുണ്ട്, സാങ്കല്പികമായിട്ട് എനിക്ക് അധികാരം കിട്ടിയാൽ ഞാൻ ഇന്നത് ചെയ്യും, സാങ്കല്പികമായിട്ട്. അതിനോട് ആളുകൾക്ക് യോജിക്കാം. അതൊക്കെ ആളുകളുടെ താല്പര്യം. RSS BJP ഒക്കെ തന്നെ ഇതിനെ തള്ളിയിട്ടുള്ളതാണ്. ഇതിൽ ഒരു അറസ്റ്റ് നടത്തുക, രാത്രി അറസ്റ്റ് ചെയ്തിട്ട് രാവിലെ വരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുക എന്നൊക്കെ പറയുന്നത് കേരള പോലീസ് അങ്ങേയറ്റത്തൊരു പ്ലാൻ ചെയ്തിട്ടുള്ളത് തന്നെയല്ലേ? ഈ ഇരട്ട നീതിക്കെതിരെയാ വിവേകമുള്ള സകല മലയാളികളും ഒരേ ശബ്ദത്തിൽ മുന്നോട്ട് നിൽക്കുന്നത്. ഇതിൽ അതായത് UDF-ഉം LDF-ഉം കൂടി ക്രൂരത ചെയ്യുന്നുണ്ട്. LDF ഭരിക്കുന്ന സമയത്ത് എന്തു പറഞ്ഞാലും, മോദിക്കെതിരെ പറഞ്ഞാലും, ഇവിടെ കൈവട്ടാഹ്വാനം നടന്നാലോ ഇതുപോലെ അറസ്റ്റ് നടന്നില്ല. ഇവിടെ ഇപ്പോ UDF അധികാരത്തിലെത്തി ഈ സമയമായപ്പോ എന്തൊക്കെയാ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്? ഒരു അണ്ടർ സെക്രട്ടറിയെ മുസ്ലിം ലീഗ് സസ്പെൻഡ് ചെയ്തില്ലേ? എന്താ കാരണം? സുഗതന്, അതായത് ഒരു ജനപ്രതിനിധിക്ക് അദ്ദേഹത്തിന്റെ ലീവ് വോട്ടിനിട്ട്, ജനാധിപത്യപരമായിട്ട് വോട്ടിനിട്ട് വിജയിച്ചാൽ ആ കൗൺസിലർ സ്ഥാനം സംരക്ഷിക്കാമെന്ന് പറഞ്ഞ ആ ഒരു സർക്കുലർ നിയമപരമായി ഇറക്കിയതിന് അണ്ടർ സെക്രട്ടറിയെ മുസ്ലിം ലീഗ് സസ്പെൻഡ് ചെയ്തു. ഇത് മാത്രമാണോ? കാസർഗോഡ് ഒരു അധ്യാപകൻ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇത്തരത്തിലായിരുന്നു: ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? VD സവർക്കർ. ഈ ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം ചോദിച്ചതിന് മുസ്ലിം ലീഗ് ഈ അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു. അതേസമയം ശ്രീമതി ഇന്ദിരാഗാന്ധി, രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി VD സവർക്കറെ ശാമ്പിറക്കിയിട്ട് ആദരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന UDF സർക്കാർ സസ്പെൻഡ് ചെയ്യാം. അതായത് സംഖ്യയാണോ എന്ന് നോക്കിയിട്ട് ഇപ്പൊ അറസ്റ്റ്. ആ ചെയ്ത വിഷയം പോലുമില്ല. സംഘി അനുകൂലാണോ, സംഘപരിവാർ അനുകൂലാണോ, അല്ലെങ്കിൽ ആ വിഷയം പോലും നോക്കാതെ സുഡാപ്പികളെ പ്രീണിപ്പിക്കണം. അതായത് ഇതൊക്കെ തന്നെ എങ്ങനെയാ നടപടി വരുന്നത്? TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തത് 10 ദിവസങ്ങൾക്ക് ശേഷമാണെന്നാണല്ലോ വാർത്തകളൊക്കെ തന്നെ നമ്മളൊക്കെ കണ്ടു. ആ 10 ദിവസത്തിന് ശേഷം അറസ്റ്റ് എന്ന് പറയുന്നതിന് കാരണം എന്താ? സുഡാപ്പികളും മൗദൂദികളൊക്കെ കിടന്ന് പണിയെടുക്കുക. കേരളത്തില് UDF സർക്കാർ അറസ്റ്റ് ചെയ്യണം, അതിന് സമ്മർദ്ദം കൊടുത്ത് അവര് പറയുന്നത് പോലെ അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് അധ്യാപകരെ സസ്പെൻഡ് ചെയ്തത് മുസ്ലിം ലീഗാണ്. അണ്ടർ സെക്രട്ടറിയെ, സുഗതരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അണ്ടർ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തത് മുസ്ലിം ലീഗാണ്. കേരളത്തിൽ ഇപ്പം മുസ്ലിം ലീഗാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ വിവേകമുള്ള സകല മലയാളികളും തിരിച്ചറിയണം. വെറും 5 വർഷത്തേക്ക് UDF സർക്കാരിനെ കേരള ജനത തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനിയും ഇവിടെ ഇലക്ഷൻ നടക്കും. ഈ ക്രൂരതകൾക്കൊക്കെ തന്നെ കേരള ജനത വരുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ മറുപടി പറയുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.